നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭ പൊതുമരാമത്ത് ഫണ്ട് ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷ കൗൺസിലർ രംഗത്ത്. ഫണ്ടിൽ ചിലവഴിച്ചത് 22% മാത്രമെന്നും ജനതാദൾ എസ് അംഗം കൂടിയായ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ. നിലമ്പൂർ നഗരസഭ ജീവാമൃതം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ പരിരക്ഷാ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും നാളെ രാവിലെ 9 മണിക്ക് നഗരസഭ മിനി ടൗൺ ഹാളിൽ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം നിർവഹിക്കും. പുതുവത്സര ആഘോഷങ്ങളും നിലമ്പൂർ പാട്ടുത്സവവും പ്രമാണിച്ച നഗരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ആലോചിക്കുന്നതിന് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയ നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജനറൽ ആശുപത്രിയെ നിലനിർത്തി മെഡിക്കൽ കോളേജ് മാറ്റി സ്ഥാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ്. ജനറൽ ആശുപത്രി OP താൽക്കാലികമായി തുടങ്ങണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് ആവശ്യപ്പെട്ടു. മഞ്ചേരി ജനറൽ ആശുപത്രി ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും മറ്റൊരു സ്ഥലം കണ്ടെത്തി ജില്ലയിലെ മെഡിക്കൽ കോളേജ് സമഗ്രമായി വികസിപ്പിക്കണമെന്നും വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീഷ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭ പൊതുമരാമത്ത് ഫണ്ട് ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷ കൗൺസിലർ രംഗത്ത്. ഫണ്ടിൽ ചിലവഴിച്ചത് 22% മാത്രമെന്നും ജനതാദൾ എസ് അംഗം കൂടിയായ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 4 വർഷമായി പുതിയ ഭരണസമിതി വന്നിട്ട് വികസനങ്ങള് അതുപോലെ തന്നെ അവാർഡുകളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കല്ലാതെ അടിയന്തരമായി ചെയ്യേണ്ട പൊതുമരാമത്ത് വകുപ്പിലെ റോഡുകളും റീടാർ ചെയ്യേണ്ടതും കോൺക്രീറ്റ് ചെയ്യേണ്ടതുമായ അടിയന്തര കാര്യങ്ങൾക്ക് 2023-24 സാമ്പത്തിക വർഷം 12.5 കോടിയാണ് നമ്മൾ ഫണ്ട് ഉണ്ടായിരുന്നത്. ഈ 12.5 കോടിയിൽ ആകെ ചെലവഴിച്ചത് 22% മാത്രമാണ്. അതുകൊണ്ട് തന്നെ 9 കോടി രൂപയോളം ലാപ്സായി കളഞ്ഞേക്കാണ് ഫണ്ട്. അതുകൊണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തില് നമുക്ക് ഫണ്ടിനത്തിൽ ഏകദേശം 9 കോടി രൂപയോളം നഷ്ടമാണ് വരാൻ പോകുന്നത്. ഇത് ചെലവഴിക്കാത്തതുകൊണ്ട് 12 കോടിയിൽ മൊത്തം 18% ചെലവാക്കിയതും മുൻ ചെലവാക്കേണ്ട ബില്ലടക്കം വരുമ്പോൾ മൊത്തം 23% ഈ 12.5 കോടി ചെലവാക്കിയിട്ടുള്ളത്. തികച്ചും ചെയർമാനും ഭരണസമിതിയും പരാജയമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന പദ്ധതികൾക്ക് ഊന്നൽ നൽകുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ ടെൻഡർ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത രീതിയിലാണ് ഭരണസമിതി മുന്നോട്ട് കൊണ്ടുവരുന്നത്. നിലമ്പൂരിലെ ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുമ്പോഴാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായതെന്നും നാടിന്റെ വികസനമല്ല അഴിമതി മാത്രമാണ് ഭരണസമിതിക്ക് താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ നഗരസഭ ജീവാമൃതം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ പരിരക്ഷാ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും നാളെ രാവിലെ 9 മണിക്ക് നഗരസഭ മിനി ടൗൺ ഹാളിൽ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭ ആരോഗ്യകാര്യ ചെയർമാൻ കക്കാടൻ റഹീം അറിയിച്ചു. നിലമ്പൂർ നഗരസഭയിൽ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ജീവാമൃതം പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ പരിരക്ഷാ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും 28/12/2024 രാവിലെ 9 മണിക്ക് നഗരസഭ മിനി ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ VR വിനോദ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ചടങ്ങിൽ നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീ മാട്ടുമ്മൽ സലീം അധ്യക്ഷനും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അതിദരിദ്രർക്ക് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ഭക്ഷ്യക്കിറ്റിന്റെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് വിതരണം ചെയ്യും. അതുപോലെ നഗരസഭയിലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന
പാവപ്പെട്ട ആളുകൾക്ക് വാതിൽപ്പടി സേവനം എന്ന പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റേഷൻ വീട്ടിലെത്തിക്കുകയും മരുന്ന് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന വാതിൽപ്പടി സേവന പദ്ധതിയുടെ വളണ്ടിയർമാർക്ക് ആവശ്യമായ വളണ്ടിയർ കാർഡ് വിതരണവും ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് നിർവഹിക്കുകയാണ്. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിക്കും. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. നഗരസഭ പരിരക്ഷാ പദ്ധതിക്ക് കീഴിൽ 4000-ഓളം വരുന്ന രോഗികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 331 രോഗികൾ കിടപ്പിലായ രോഗികളാണ്. 265 രോഗികൾ മറ്റൊരാളുടെ സഹായമില്ലാതെ ബെഡിൽ നിന്ന് എണീക്കുവാൻ കഴിയാത്ത രോഗികളാണ്. ഈ രോഗികളെ വീട്ടിലെത്തി പരിശോധിച്ച് പരിചരണം നടത്തുന്നതിന് വേണ്ടി 2 ഹോം കെയറുകളാണ് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. ഈ ഹോം കെയറിന് നേതൃത്വം കൊടുക്കുന്നത് അലോപ്പതി ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും ഹോമിയോ ഡോക്ടർമാരുമാണ്. അതിദരിദ്രർക്ക് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ഭക്ഷ്യകിറ്റിന്റെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കും. വാതിൽപ്പടി സേവന വളണ്ടിയർമാർക്ക് ആവശ്യമായ വളണ്ടിയർ കാർഡ് വിതരണവും ചടങ്ങിൽ നടക്കുമെന്ന് കക്കാടൻ റഹീം അറിയിച്ചു. പുതുവത്സര ആഘോഷങ്ങളും നിലമ്പൂർ പാട്ടുത്സവവും പ്രമാണിച്ച് നഗരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ ആലോചിക്കുന്നതിന് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു. ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ന്യൂ ഇയറും അതുപോലെ തന്നെ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പാട്ടുത്സവം വരാനിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് വിവിധ വകുപ്പുകളുടെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും RTOയുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും വ്യാപാരി വ്യവസായികളുടെയും അതേപോലെ തന്നെ വഴിയോര കച്ചവടക്കാരുടെയും ബസ് ഓണേഴ്സിൻ്റെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഒക്കെ ഒരു സംയുക്ത ആരോഗ്യ സെക്ഷനും എല്ലാം കൂടിയിട്ട് ഒരു സംയുക്ത മീറ്റിംഗാണ് ഇവിടെ നടന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് റോഡ് കൂടുതൽ ബ്ലോക്കാവും. അല്ലെങ്കിൽ തന്നെ നിലമ്പൂരിൽ പല വലിയ വർക്ക് നടക്കുന്നതുകൊണ്ട് പല ഭാഗത്തും റോഡുകൾ ബ്ലോക്കാണ്. അത്തരത്തിലുള്ള ബ്ലോക്കുകൾ നീക്കാനും അതുപോലെ തന്നെ ഇവിടെ വരുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ അവിടെ ഉപയോഗിക്കുന്ന വെള്ളവും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ശുചീകരണം നടത്തി ഹൈജീനിക്കായ വെള്ളം കൊടുക്കാനും മറ്റുള്ള തീരുമാനങ്ങളുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തീർച്ചയായും അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണം അതിൻ്റെ ഒരു സ്കെച്ച് നാളെ തന്നെ പോലീസ് മുനിസിപ്പാലിറ്റിയും റോഡിലിറങ്ങി നമ്മുടെ ചുങ്കത്ര ഇടക്കര വഴിക്കടവെന്ന് വരുന്ന വാഹനങ്ങൾ, കാളികാവ് നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഏത് ഭാഗത്ത് കൂടെ തിരിച്ചുവിടാം എന്നുള്ളത് നോക്കി അതിനുള്ളൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. യോഗത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, PM ബഷീർ എന്നിവർ സംസാരിച്ചു. പോലീസ്, ജോയിന്റ് RTO, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം, വഴിയോര കച്ചവടക്കാർ, ഓട്ടോ ടാക്സി, പൊതുമരാമത്ത് ജീവനക്കാർ, ബസ് ഉടമകൾ, കാർണിവൽ സംഘാടകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തീരുമാനങ്ങൾ ഇങ്ങനെയാണ്: ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുക. വലിയ വാഹനങ്ങൾ പോകുന്നതിന് വൈകുന്നേരങ്ങളിൽ സമാന്തര വഴികളിലൂടെ തിരിച്ചുവിടും. ഇതിനായി പോലീസ്, PWD, ജോയിന്റ് RTO എന്നിവരുടെ യോഗം ചേരും. ക്രമസമാധാന സംരക്ഷണത്തിന് കൂടുതൽ പോലീസിനെ ആവശ്യപ്പെടുവാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടും. രാത്രികാലങ്ങളിൽ പ്രത്യേക ബസ് സർവീസ് ആവശ്യപ്പെടുന്ന ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുവാൻ RTOയോട് ആവശ്യപ്പെടും. ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, തട്ടുകടകൾ, വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലെ കിണറുകളും കുടിവെള്ളവും പരിശോധിക്കും. കാർണിവൽ ഗ്രൗണ്ടുകളിൽ ശുചിത്വം ഉറപ്പാക്കിയാൽ മാത്രമേ കടകൾക്ക് ലൈസൻസ് നൽകൂ. അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ ഉടമകൾ പിടിച്ചുകെട്ടിയില്ലെങ്കിൽ പിഴ ഈടാക്കും. ഓട്ടോറിക്ഷകൾക്ക് കാർണിവൽ പ്രദേശത്ത് പ്രത്യേക പാർക്കിംഗ് ആലോചിക്കും. ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനങ്ങളും അനുവദിക്കില്ല. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയ നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. തൻ്റെ അധികാരത്തെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വത്തോടെയും നിർവഹിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നല്ലോ. ലോകം മുഴുവനും സാമ്പത്തിക മാന്ദ്യത്തിൽ തകർന്നുപോയ ഒരു സന്ദർഭം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അവരുടെ ബാങ്കുകളും ഫണ്ടുകളും ഒക്കെ മരവിപ്പിച്ച ഒരു കാലത്ത് 1990-കളിൽ ഇന്ത്യയിൽ ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയില്ല. മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം പിടിച്ചു നിർത്തുകയുണ്ടായി. ഭക്ഷ്യസുരക്ഷാ നിയമം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി തന്ത്രപരമായ നിരവധി ഇടപെടലുകൾ നടത്തിയ ഭരണകർത്താവാണ് അദ്ദേഹമെന്നും രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ഹൃദയത്തോട് സംവദിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നും തങ്ങൾ പറഞ്ഞു.
ജനറൽ ആശുപത്രിയെ നിലനിർത്തി മെഡിക്കൽ കോളേജ് മാറ്റിസ്ഥാപിക്കണമെന്ന കേരള കോൺഗ്രസ് ജേക്കബ്. ജനറൽ ആശുപത്രി OP താൽക്കാലികമായി തുടങ്ങണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് ആവശ്യപ്പെട്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ഈ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ചേരിയിൽ നിന്ന് ജനറൽ ആശുപത്രി പോകുന്നു എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള ഒരു അറിവോ മറ്റു കാര്യങ്ങളും തന്നെ ഇല്ല. അഥവാ ഇനി നമുക്ക് മഞ്ചേരിയിൽ നിന്ന് ജനറൽ ആശുപത്രി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബുദ്ധിമുട്ടാവും. കാരണം നമ്മളിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ OPയിൽ കാണിക്കാൻ പോകുന്നു. കാരണം മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇനി ജനറൽ ആശുപത്രി അഥവാ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാവും. കാരണം അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് റഫറൽ സംവിധാനമാവും. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു രൂപമില്ല എന്നുള്ള പറയാം. ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറ്റുക. മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കുറച്ചു മാസമായി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരെ മറ്റ് ആശുപത്രികളിലേക്ക് നിയമനം നടത്തുന്നു. ജനറൽ ആശുപത്രി മാറ്റി സ്ഥാപിക്കുവാനുള്ള നിലപാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തമായി ബന്ധപ്പെട്ടവർ പറയുന്നതുമില്ല. ജനറൽ ആശുപത്രി മഞ്ചേരിക്ക് നഷ്ടപ്പെട്ടാൽ മെഡിക്കൽ കോളേജ് റഫറൽ ആശുപത്രിയാകും. ജനങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുമില്ല. മെഡിക്കൽ കോളേജ് എന്നാൽ പ്രാഥമികമായി ഒരു പഠന ഗവേഷണ സ്ഥാപനമാണ്. അതിനോടൊപ്പമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചികിത്സയ്ക്ക് എല്ലാവർക്കും റഫറൽ ചീട്ടുമായി വരേണ്ട സ്ഥിതി മഞ്ചേരി മെഡിക്കൽ കോളേജ് മാത്രമാകുമ്പോൾ ഉണ്ടാകും. ഗൗരവ രോഗങ്ങൾക്ക് മാത്രമാണ് ചികിത്സ. ഗൗരവമല്ലാത്ത അസുഖങ്ങൾക്ക് മഞ്ചേരിയിലും സമീപവാസികൾക്കും മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. മഞ്ചേരിയിൽ നിന്നും രോഗികൾക്ക് സാധാരണ ഒരു പ്രസവത്തിന് നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കോ പെരിന്തൽമണ്ണ മലപ്പുറം ആശുപത്രിയിലേക്കോ പോകേണ്ട ഗതികേടുണ്ടാകും. മഞ്ചേരിയിൽ ജനറൽ ആശുപത്രി നിലനിർത്തി മെഡിക്കൽ കോളേജിലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിക്കും വളർച്ചയുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ജനറൽ ആശുപത്രി OP താൽക്കാലികമായി തുടങ്ങണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മിനായി പറഞ്ഞു. മഞ്ചേരി ജനറൽ ആശുപത്രി ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും മറ്റൊരു സ്ഥലം കണ്ടെത്തി ജില്ലയിലെ മെഡിക്കൽ കോളേജ് സമഗ്രമായി വികസിപ്പിക്കണമെന്നും വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന പേരിൽ ജില്ലക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ് മഞ്ചേരി കേന്ദ്രമാക്കി വരുമ്പോൾ തന്നെ നിലനിൽക്കുന്ന ജനറൽ ഹോസ്പിറ്റൽ നഷ്ടപ്പെടും. ജനറൽ ഹോസ്പിറ്റലിന്റെ ബോർഡ് മാറ്റി പകരം സർക്കാർ മെഡിക്കൽ കോളേജ് എന്നാക്കുക എന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഉയർത്തിയ വളരെ കൃത്യമായ ഒരു വിമർശനമായിരുന്നു. അതിനെ ശരിവെക്കുമെന്നുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപര്യാപ്തമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജിനെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ശ്രമവും ജനങ്ങളുടെ പ്രാഥമിക ചികിത്സാ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ജനറൽ ഹോസ്പിറ്റലിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തെ പുരോഗതികളെ മുൻനിർത്തിക്കൊണ്ട് വളരെ സൗകര്യപ്രദമായ രീതിയിൽ മെഡിക്കൽ കോളേജിനെ സംവിധാനിക്കേണ്ടത് അനിവാര്യമാണ്. 2013 ജില്ലയ്ക്കുള്ള മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോൾ ജനറൽ ആശുപത്രിയിലുള്ള ശിഹാബ് തങ്ങൾ ജനറൽ ആശുപത്രിയുടെ തൊട്ടടുത്ത് നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിന് തയ്യാറായ മാതൃശിശു ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഉപയോഗിച്ചാണ് താൽക്കാലികമായി മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. നിലവിലെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കിയതോടുകൂടി മലപ്പുറം ജില്ലയിലെ ജനറൽ ആശുപത്രി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ ആശുപത്രി ജനറൽ ആശുപത്രിയായി നിലനിർത്തിക്കൊണ്ട് ആവശ്യമായ വിശാലമായ സ്ഥലത്തേക്ക് മെഡിക്കൽ കോളേജിനെ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിൽ നടക്കുന്നത് സർക്കാർ വിവേചനമാണ്. കേരളത്തിലെ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് സാധാരണയായി 100 മുതൽ 150 ഏക്കർ വരെ ഭൂമിയുണ്ട്. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് 26 ഏക്കർ മാത്രം ഭൂമിയാണുള്ളത്. മറ്റ് മെഡിക്കൽ കോളേജുകളെ അപേക്ഷിച്ച് വികസനത്തിനും സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് നിർണായകമായ തടസ്സമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മലപ്പുറം ജില്ലയിൽ 41 ലക്ഷം ജനസംഖ്യയുണ്ട്. 11.95 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള പത്തനംതിട്ടയിൽ
8 ജില്ലാ ആശുപത്രികൾ ഉള്ളപ്പോൾ 41 ലക്ഷം വരുന്ന മനുഷ്യർ മലപ്പുറം ജില്ലയിലെ മനുഷ്യർക്ക് 7 ജില്ലാ ആശുപത്രികൾ മാത്രമാണുള്ളത്. ഇങ്ങനെ തുടരുന്നു മലപ്പുറം ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ വികസന വിവേചനം. ഇവിടുത്തെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിനായി സർക്കാർ മെച്ചപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുവാൻ താൽപര്യമില്ല എന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടസ്സവും സ്റ്റാഫ് നിയമനത്തിൽ വൈകല്യവും അതിന്റെ കൂടി ഭാഗമാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വേണ്ടി സർക്കാർ തയ്യാറാകാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും KV സഫീർ ഷാ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മുനീബ് കാരക്കുന്ന്, കൃഷ്ണൻ കുനിയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങും, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഖ്യമുദ്ദീൻ CH, സൈദാലി വലമ്പൂർ, ബന്ന മുതുബല്ലൂർ, മണ്ഡലം പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ, സവാദ് ചെരണി, നജീബ് മഞ്ചേരി, മുനിസിപ്പൽ പ്രസിഡന്റ് വാപ്പുട്ടി അൽ സബ എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് നെഗറ്റീവാണെന്ന വിവരം മറച്ചുവെച്ച കോവിഡ് ചികിത്സ നടത്തിയതിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഡോക്ടർക്കും ആശുപത്രിക്കുമെതിരെ ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. ഉർങ്ങാട്ടിരിയിലെ കക്കാടംപൊയിൽ മാടമ്പള്ളിക്കുന്നിൽ സോജി റനി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിക്കും ഡോക്ടർക്കും എതിരെ നൽകിയ പരാതിയിലാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. 2021 മെയ് 26-ന് ചില ആരോഗ്യ പ്രശ്നങ്ങളുമായാണ് പരാതിക്കാരി ഭർത്താവിനോടൊപ്പം എത്തി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഉടൻ തന്നെ ആന്റിജൻ ടെസ്റ്റ് നടത്തി. ഫലം ഇൻഡിറ്റർമിനേറ്റഡ് ആയിരുന്നു. കോവിഡ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനാകാത്ത സ്ഥിതിക്ക് ഉടൻ തന്നെ RT-PCR ടെസ്റ്റ് നടത്തി. ടെസ്റ്റ് ഫലം നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും രോഗിയായ പരാതിക്കാരിയെ അറിയിച്ചില്ല. അതിതീവ്ര പരിചരണ വാർഡിൽ പ്രവേശിക്കപ്പെട്ട പരാതിക്കാരിക്ക് ഭർത്താവുമായോ ശാരീരിക അവശതകൾ നേരിടുന്ന മകനുമായോ ബന്ധപ്പെടുവാൻ പോലും കഴിഞ്ഞില്ല. കോവിഡ് സംശയിക്കുന്ന രോഗികളിൽ നിന്നും ഒറ്റമുറിയിലേക്ക് മാറ്റിത്തരണമെന്ന രോഗിയുടെ അപേക്ഷയും നിരസിക്കപ്പെട്ടു. 3-ാം ദിവസം ഭർത്താവിനെ കാണുവാൻ അവസരമുണ്ടായപ്പോഴാണ് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് പരാതിക്കാരി അറിയുന്നത്. തുടർന്ന് ആശുപത്രിയുടെയും ഡോക്ടറുടെയും ഉപദേശത്തിനെതിരെ സ്വന്തം ഇഷ്ടപ്രകാരം ഡിസ്ചാർജ് വാങ്ങി മടങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പരിശോധനയിൽ കിഡ്നി സംബന്ധമായ അസുഖമാണെന്നും അതിന്റെ ലക്ഷണമാണ് ഡോക്ടർ കോവിഡ് ലക്ഷണമായി കണക്കാക്കിയത് എന്നുമായിരുന്നു പരാതിക്കാരുടെ വാദം. കടുത്ത കോവിഡ് രോഗബാധിതർക്ക് മാത്രം നൽകുന്നതും കിഡ്നി രോഗം ബാധിച്ചവർക്ക് കൊടുക്കുവാൻ പാടില്ലാത്തതുമായ മരുന്നുകളാണ് നൽകിയതെന്നും അതിനാൽ കടുത്ത മാനസികാഘാതവും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നുവെന്നും ഹർജിക്കാരി കമ്മീഷനെ ബോധിപ്പിച്ചു. കോവിഡ് രോഗലക്ഷണങ്ങൾ പരാതിക്കാരിക്ക് ഉണ്ടായിരുന്നുവെന്നും മരുന്നുകൾ നൽകിയത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണെന്നും കോവിഡ് പരിശോധനാ ഫലം സംശയകരമാണെങ്കിൽ നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം RT-PCR ടെസ്റ്റ് ആവർത്തിക്കണമെന്ന് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഡോക്ടറും ആശുപത്രിയും കമ്മീഷനെ ബോധിപ്പിച്ചു. രോഗവിവരം മറച്ചുവച്ചില്ലെന്നും ഭർത്താവിനെ അറിയിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു അവരുടെ വിശദീകരണം. ഡോക്ടറുടെ ഉപദേശത്തിനെതിരെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പരാതിക്കാരി ഡിസ്ചാർജ് വാങ്ങിപ്പോയതെന്നും തുടർ ചികിത്സയ്ക്ക് കാലതാമസം വരുത്തിയതാണ് രോഗം മൂർച്ഛിക്കുവാൻ കാരണമെന്നും അവർ വാദിച്ചു. ആശുപത്രിയുടെയും ഡോക്ടറുടെയും ഭാഗത്തുനിന്നും വീഴ്ച വന്നിട്ടില്ല എന്നും രോഗിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ മാത്രമാണ് നൽകിയതെന്നും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. പരാതിക്കാരിക്ക് നൽകിയ മരുന്നുകൾ മറ്റ് രാജ്യങ്ങളിൽ നൽകുന്നുണ്ടെന്നും അത്തരം മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപനം പാലിച്ചു പോരുന്നുണ്ടെന്നും ഡോക്ടർ വാദിച്ചു. എന്നാൽ നടത്തിയ ടെസ്റ്റുകളിൽ ഒന്നും പരാതിക്കാരിക്ക് രോഗമുള്ളതായി സ്ഥിരീകരിച്ചില്ലെന്നും മാരകമായ കോവിഡ് രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് മാത്രം നൽകുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്ന് പരാതിക്കാരിക്ക് നൽകിയതിന് യാതൊരു നീതീകരണവുമില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ഡോക്ടറുടെ നടപടി കോവിഡ് പ്രോട്ടോകോളിനും മെഡിക്കൽ എത്തിക്സിനും എതിരാണ്. രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അറിയുവാനുള്ള രോഗിയുടെ അവകാശം ആശുപത്രിയും ഡോക്ടറും നിഷേധിച്ചു. കോവിഡ് ചികിത്സയ്ക്ക് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പ്രോട്ടോകോളിന്റെയും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച പ്രോട്ടോകോളിന്റെയും ലംഘനമാണ് ആശുപത്രിയിൽ നടന്നത്. രോഗിയുടെ മേൽ പ്രയോഗിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ച മരുന്ന് പ്രയോഗിക്കുമ്പോൾ രോഗിയെ ബോധ്യപ്പെടുത്തുവാനോ വിശ്വാസത്തിലെടുക്കുവാനോ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. പരാതിക്കാരിയുടെ അപേക്ഷയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് അന്വേഷണം നടത്തിയ വിദഗ്ധ സംഘം ഇക്കാര്യം നിരീക്ഷിച്ചിട്ടുമുണ്ട്. പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന വിവരം കിട്ടുമ്പോൾ രോഗിയുടെ മാനസികാവസ്ഥയിലുണ്ടാകുന്ന പോസിറ്റീവ് ഫലം പരിഗണിക്കാതെയുള്ള ചികിത്സ ന്യായീകരിക്കാനാകില്ല. ഇതുമൂലം രോഗിക്കുണ്ടായ ശാരീരികവും മാനസികവുമായ ആഘാതം നിർണയിക്കാനാവാത്തതും തെളിയിക്കപ്പെടേണ്ടതുമാണ്. ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവായി 25,000 രൂപയും നൽകുന്നതിന് K. മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മീഷൻ വിധിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ 50കളിലെ നാടക മുന്നേറ്റത്തിന് കിഴക്കൻ ഏറനാടിനെ അടയാളപ്പെടുത്തിയ KG ഉണ്ണീന്റെ സംഭാവനകളെ അനുസ്മരിക്കാൻ നാടൊരുങ്ങുന്നു. ശനിയാഴ്ച വൈകിട്ട് 6-ന് ചുങ്കത്തറ MPM ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് അനുസ്മരണ സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 വർഷം മുമ്പ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമി
അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം ഇറക്കുകയും KG ഉണ്ണി ഈ കിഴക്കനാർനാടിലെ ഈ നാടക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഗാനരചനയും അഭിനയവും പ്രഭാഷണവും അങ്ങനെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന ആ സാംസ്കാരിക രംഗത്ത് ആ പ്രതിഭയുടെ ഒരു അനുസ്മരണം 5 വർഷം മുമ്പ് മൊയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി മുൻകൈയെടുത്ത് നടത്തുകയുണ്ടായി. അതോടുകൂടി ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരായ ആളുകളും KG ഉണ്ണീൻ്റെ കുടുംബവും വളരെ ഗൗരവത്തിൽ അതിനെ കാണുകയും പിന്നെ എല്ലാ വർഷവും മുടക്കം വരാത്ത രീതിയിൽ അത് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. പാലങ്കോട് ലീലാകൃഷ്ണനാണ് അതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KG ഉണ്ണീൻ്റെ സംഭാവനകളെക്കുറിച്ചും നിലമ്പൂരിൻ്റെ നാടക പ്രസ്ഥാനത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത്, അതുപോലെ ചുങ്കത്തറ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബീന ടീച്ചർ, പിന്നെ അക്കാദമിയെ പ്രതിനിധീകരിച്ച് ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം കവിയും രചയിതാവുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ സംബന്ധിക്കും. തുടർന്ന് KG ഉണ്ണീന്റെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനമേള അരങ്ങേറും. സിനിമ, പിന്നണി ഗാനരംഗത്തെ ഷാജ, കലാഭവൻ ജിത്തു എന്നിവർ നേതൃത്വം നൽകുന്ന സംഘത്തിന്റെ കലാസന്ധ്യ അരങ്ങേറുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ മഹാകവി മോയിൻകുട്ടി വൈദ്യർ, മാപ്പിള കലാ അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ, അൻവർ അവനിക്കാട്, ഗഫൂർ ചുങ്കത്തറ, KG ഷമീർ, KC ഷാഹുൽ ഹമീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന ആശയത്തിൽ ഊന്നി ബാലസംഘം നിലമ്പൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർണിവൽ വീട്ടിക്കുത്ത സ്കൂളിൽ നടന്നു. ഷിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കാലം ഏതാണ്ട് ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ള ആളുകളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇനി നമുക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള കുട്ടികളിൽ മാത്രമാണ്. ബാലസംഘം വില്ലേജ് പ്രസിഡന്റ് ഗീതിക വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈജി ടീച്ചർ, കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ, ശബരീഷൻ പൊറ്റക്കാട്, വാർഡ് കൌൺസിലർ സ്വപ്ന ടീച്ചർ, ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ മാഷ, ഏരിയ കോർഡിനേറ്റർ ഷീല, വില്ലേജ് പ്രസിഡന്റ് പ്രസാദ് പൊറ്റക്കാട്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദീപക്, വിനോദ്, സദാനന്ദൻ, ബാലസംഘം കാർണിവൽ കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് പൊറ്റക്കാട്, ഷൺകീത്, ലെനിൻ, പ്രജിത്ത്, ജിനേഷ്, സുരേന്ദ്രൻ, ആയിഷ എന്നിവർ കുട്ടികളുടെ പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്തു. 100-ൽ പരം കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ വിവിധ ഇനം കലാപരിപാടികളും അവതരിപ്പിച്ചു. കാർണിവൽ പ്രോഗ്രാമിന് ബാലസംഘം വില്ലേജ് വൈസ് പ്രസിഡന്റ് അതുൽ കൃഷ്ണ നന്ദി പറഞ്ഞു. യുണൈറ്റഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ബാംഗ്ലൂർ, മീഡിയ പാർട്ണർ സാലർ പബ്ലിക്കേഷൻസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ആദ്യമായി ഗസൽ ഓഡിഷൻ നടത്തുന്നു. ഡിസംബർ 28-ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുണൈറ്റഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു സംഘടനയാണ്. ഉറുദുവിന്റെ പ്രചാരണത്തിനും വർഷങ്ങളായി ഇതുപോലെയുള്ള ഗസൽ ഓഡീഷൻ, അതുപോലെ തന്നെ വിവിധങ്ങളായ പരിപാടി നടത്തി ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയിരിക്കുന്ന ഒരു സംഘടനയാണ്. മീഡിയ പാർട്ണറായിട്ടുള്ള സാലാർ പബ്ലിക്കേഷൻ ഇവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗസൽ ഒഡീഷൻ, രംഗേ ഗസൽ ഒഡീഷൻ എന്ന പേരിൽ ഈ പരിപാടി നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി ആ പരിപാടി നടത്താൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് മലപ്പുറത്ത് വെച്ച്. കേരളത്തിൽ ആദ്യമായി നടത്തുകയാണത് ഗവൺമെന്റ് കോളേജ് മലപ്പുറത്ത് വെച്ച് മറ്റന്നാൾ 28-ാം തീയതി നടക്കുക. ഒരു നാഷണൽ ലെവലിൽ പരിപാടിയാണ്. അതുപോലെ തന്നെ ഇതിന് പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ പ്രതിനിധികളായിട്ടുള്ള രക്ഷാധികാരികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഡോക്ടർ ഷായിസ്ത യൂസുഫ്, അതുപോലെ തന്നെ ഒരു ഓൾ ഇന്ത്യ കോർഡിനേറ്ററുള്ള മുഹമ്മദ് ഷാഹിദ് പോലെയുള്ള തുടങ്ങിയ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. രംഗേ ഗസൽ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ മുഹമ്മദ് ഷാഹിദ്, യുണൈറ്റഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മാനേജ്മെന്റ് ട്രസ്റ്റി ഷായിസ്ത യൂസഫ്, കൗൺസിൽ ട്രസ്റ്റിയും ട്രഷററുമായ ഇഖ്ബാൽ അഹമ്മദ് ബാഗ്, പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സൂഫി ഖവാലി ഗായകനുമായ ഉസ്താദ് അഷ്റഫ് ഹൈദ്രോസ്, സ്ഥലം MLA P ഉബൈദുള്ള തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. 13 വയസ്സ് മുതൽ 21 വരെ, 21 മുതൽ 40 വരെ, 40-ന് മുകളിൽ എന്നീ 3 വിഭാഗങ്ങളിൽ എല്ലാ പ്രായത്തിലുള്ള ഗായകർക്കും ഗസൽ ഓഡിഷനിൽ പങ്കെടുക്കാം. 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർക്ക് യഥാക്രമം 1 ലക്ഷം, 50,000, 25,000 രൂപ സമ്മാനമായി ലഭിക്കും. കൂടാതെ മുഴുവൻ ഗസൽ ഗായകർക്കും ഉറുദു സാഹിത്യകാരന്മാരിൽ നിന്നും സംഗീതജ്ഞരിൽ നിന്നും മാർഗദർശനം ലഭിക്കും.
ഗായകർക്ക് ശരിയായ ഗസൽ തെരഞ്ഞെടുക്കുന്നതിനും ഉച്ചാരണം, തനത് ശൈലി തുടങ്ങിയവ മെച്ചപ്പെടുത്തുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അഞ്ജുമൻ തർക്കി ഉറുദു കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ, ഗവൺമെന്റ് കോളേജ് മലപ്പുറം ഉറുദു വിഭാഗം, തിരൂർ ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ പിന്തുണയോടെയാണ് ഗസൽ ഓഡിഷൻ നടക്കുന്നത്. സംഘടനാ സമിതി ഭാരവാഹികളായ ഡോക്ടർ ഷംസുദ്ദീൻ തിരൂർക്കാട്, ഹമീദ് കാരശ്ശേരി, സലാം മലയമ്മ, ഡോക്ടർ ഫൈസൽ മാവുള്ളടത്തിൽ, രക്ഷാധികാരി പി മൊയ്തീൻകുട്ടി മാസ്റ്റർ, എൻ മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഡോക്ടർ പി കെ അബൂബക്കർ, എം ഹുസൈൻ മാസ്റ്റർ, കൺവീനർ ടി എ അബ്ദുൾ റഷീദ്, എം പി അബ്ദുൾ സത്താർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിലമ്പൂരിൽ MT അനുശോചനം സംഘടിപ്പിച്ചു. EKIMO സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച MT അനുശോചന യോഗത്തിൽ E പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു. A ഗോപിനാഥ്, PM ബഷീർ, പാലുളി മെഹബൂബ്, പരന്ന നൌഷാദ്, കക്കാടൻ റഹീം, MK ബാലകൃഷ്ണൻ, ജോർജ് M തോമസ്, KC കുഞ്ഞി മുഹമ്മദ്, PV ഹംസ, മാത്യു കാരാംവേലി തുടങ്ങിയവർ സംസാരിച്ചു. എടകര പ്രൈം TTC അക്കാദമിയും BC എഡ്യൂക്കേഷണൽ ഹബ്ബും സംയുക്തമായി ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടികൾ സംഘടിപ്പിച്ചു. വിനേസ് TTC അക്കാദമി ഡയറക്ടർ അബ്ദുൾ മജീദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി കോർഡിനേറ്റർ ശൈല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അക്കാദമി പ്രിൻസിപ്പൽ സുരഭി അധ്യക്ഷത വഹിച്ചു. ടീച്ചർ രേഷ്മ പരിപാടിക്ക് ആശംസകൾ നേർന്നു. പരിപാടിയിൽ വിദ്യാർത്ഥിനികളുടെ ക്രിസ്മസ് ഗാനങ്ങളും ക്രിസ്മസ് അനുഭവങ്ങളും പങ്കുവച്ചു. തുടർന്ന് വിദ്യാർത്ഥിനികളെ ചിന്തിപ്പിക്കുന്നതിനും സ്വയം വിലയിരുത്തുന്നതിനും മോട്ടിവേഷണൽ ഗെയിമിലൂടെ സാധിച്ചു. ക്രിസ്മസ് കേക്ക് മുറിച്ചും വിവിധ മധുര പലഹാരങ്ങൾ കഴിച്ചും ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടികൾ ആഘോഷഭരിതമാക്കി. ടീച്ചർ ഷഹനാസ് നന്ദി പറഞ്ഞു. മുതുകാട് ശ്രീ അയ്യപ്പ ഭജന മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ഡലോത്സവത്തിന്റെ അവസാന ദിവസമായ 41-ന് ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാമൃത്യുഞ്ജയ ഹോമത്തോടുകൂടി തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാരാട് പുഷ്പകര ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം ഘോഷയാത്രയ്ക്ക് ശേഷം പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും മുതുകാട് അയ്യപ്പ ക്ഷേത്ര ഉടുക്കുപാട്ട് സംഘത്തിന്റെ അരങ്ങേറ്റവും നടന്നു. പരിപാടികൾക്ക് കമ്മിറ്റി ഭാരവാഹികളായ കാളിദാസൻ, ബൈജു, സജി, രതീഷ്, അശോക് കുമാർ, ജിലീഷ്, ഹേമന്ത്, ഹരികൃഷ്ണൻ, അരുൺദാസ്, സുരേഷ്, അശോകൻ, പ്രേമദാസൻ, മനോജ്, സന്തോഷ്, വിവേക്, രാമചന്ദ്രൻ, അശോക്, ബിനുട്ടൻ, രതീഷ് KV, സുജ ജയചന്ദ്രൻ, ബിജിഷ ബിജു, ജോനിഷ, ഷീജ, സൗമ്യ, രചിത, ബിന്ദു, ഉഷ, ശാന്ത ടീച്ചർ, കൊച്ചു നായർ, അമൃത, അമ്പിളി തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ സ്പെഷ്യൽ ഓഫീസറായി മലപ്പുറം LA ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ JO അരുണിന് അധിക ചുമതല നൽകി സർക്കാർ ഉത്തരവായി. മഞ്ചേരി വായ്പാറപ്പടി സ്വദേശിയാണ് ഡോക്ടർ JO അരുൺ. മഞ്ചേരി വായ്പാറപ്പടി സ്വദേശിയാണ് ഡോക്ടർ JO അരുൺ. ദേശീയപാത, കരിപ്പൂർ വിമാനത്താവള വികസനം തുടങ്ങിയ പദ്ധതികളുടെ സ്ഥലമേറ്റെടുക്കൽ ചുമതല വഹിച്ചിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് അനുയോജ്യമെന്ന് കണ്ടെത്തിയ വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി വില്ലേജ് നെടുമ്പാല എസ്റ്റേറ്റിലെ സ്ഥലവും കൽപ്പറ്റ വില്ലേജിലുള്ള എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ സ്ഥലവും ഏറ്റെടുക്കുന്നതിനും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാനും 2024 ഒക്ടോബർ 10-ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഡോക്ടർ അരുണിന്റെ ചുമതല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.